ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാത്രമല്ല ഇന്ന് ന്യൂ ഇയർ ആണ്, അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അവസാനം നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സെൻറ്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അവൻ പെട്ടെന്ന് പോയി. നമ്മൾ പറയാറുണ്ടല്ലോ, അവൻ പെട്ടെന്ന് പോയി. ഹി ലെഫ്റ്റ് സഡൻലി. ഹി ലെഫ്റ്റ് സഡൻലി, അവൻ പെട്ടെന്ന് പോയി. ലെഫ്റ്റിന് പകരം നമുക്ക് വെന്റ് യൂസ് ചെയ്തും പറയാം കേട്ടോ. വെന്റ് യൂസ് ചെയ്യുമ്പോൾ ഹി വെന്റ് അവേ സഡൻലി എന്ന് വേണം പറയാൻ. ഓക്കെ, അവൾ എന്നെ വിളിക്കാതെ പോയി എന്ന് പറയാറുണ്ടല്ലോ നമ്മളെ. അവൾ എന്നെ വിളിക്കാതെ പോയി. എങ്ങനെ പറയാ? ഷീ ലെഫ്റ്റ്. ഷീ ലെഫ്റ്റ്, അവൾ പോയി. വിത്തൗട്ട് കോളിംഗ് മീ, അല്ലേ? വിത്തൗട്ട്, എന്നെ കൂടാതെ എന്നുള്ളതാണ്. സോ നമുക്ക് വിത്തൗട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഷീ ലെഫ്റ്റ് വിത്തൗട്ട് കോളിംഗ് മീ, അവൾ എന്നെ വിളിക്കാതെ പോയി. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറി, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഹോട്ടലിൽ പോയി എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഐ വെന്റ് ടു എ ഹോട്ടൽ യെസ്റ്റർഡേ. ഐ വെന്റ് ടു എ ഹോട്ടൽ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറി. ഇനി നമുക്കവിടെ എൻഡേഡ് യൂസ് ചെയ്തും പറയാം. എൻഡേഡ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഐ എൻഡേഡ് എ ഹോട്ടൽ യെസ്റ്റർഡേ എന്ന് മതി. അവിടെ നമ്മൾ ടു ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. സോ ഐ എൻഡേഡ് എ ഹോട്ടൽ യെസ്റ്റർഡേ. വെന്റ് ആണെങ്കിൽ ഐ വെന്റ് ടു എ ഹോട്ടൽ യെസ്റ്റർഡേ. ഇതാണ് വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ്. എന്റെ ഭക്ഷണം വേസ്റ്റ് ആയി എന്ന് പറയാറുണ്ടല്ലോ, അല്ലെ? എന്റെ ഭക്ഷണം വേസ്റ്റ് ആയി. മൈ ഫുഡ് വാസ് വേസ്റ്റഡ് എന്ന് പറയാം. മൈ ഫുഡ് ഗോഡ് വേസ്റ്റഡ് എന്നും പറയാം കേട്ടോ. മൈ ഫുഡ് വാസ് വേസ്റ്റഡ്, എന്റെ ഭക്ഷണം വേസ്റ്റ് ആയി. നെക്സ്റ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ പറയാറുണ്ട് എനിക്ക് ഭക്ഷണം കിട്ടിയില്ല. എങ്ങനെ പറയാ? എനിക്ക് ഭക്ഷണം കിട്ടിയില്ല. ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ഫുഡ്. ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ഫുഡ്, എനിക്ക് ഭക്ഷണം കിട്ടിയില്ല. നെക്സ്റ്റ്, ഒരുപാട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അല്ലേ? ചില സിറ്റുവേഷനിൽ നമുക്ക് എന്തുകൊണ്ടോ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, ഒരുപാട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഐ കുഡിന്റ് ഈറ്റ് മച്ച് ഫുഡ്. ഒരുപാട് ഭക്ഷണം എന്നുള്ളതിന് മച്ച് ഫുഡ്. ഓക്കെ, അപ്പോൾ ഐ കുഡിന്റ് ഈറ്റ് മച്ച് ഫുഡ്, എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ്, ഞാൻ ടൗണിൽ എത്താറായപ്പോഴേക്കും 5 മണിയായി എന്നെങ്ങനെ പറയാ? ഞാൻ ടൗണിൽ എത്താറായപ്പോഴേക്കും 5 മണിയായി. എത്താറായപ്പോഴേക്കും ബൈ ദ ടൈം ഐ വാസ് അബൌട്ട് ടു റീച്ച് ദ ടൗൺ. ബൈ ദ ടൈം ഐ വാസ് അബൌട്ട് ടു റീച്ച് ദ ടൈം, ഞാൻ ടൗണിൽ എത്താറായപ്പോഴേക്കും ഇറ്റ് വാസ് 5 o'clock, 5 മണിയായി. ഓക്കെ, ഇന്ന് ന്യൂ ഇയർ ആയത് കൊണ്ട് ഞാൻ പുറത്തു പോയില്ല. എങ്ങനെ പറയാ? ഇന്ന് ന്യൂ ഇയർ ആയത് കൊണ്ട് ഞാൻ പുറത്തു പോയില്ല പറയാറുണ്ടല്ലോ. I didn't go out because today is New Year. I didn't go out because today is New Year. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ പുറത്തു പോയില്ല. ഈ ഒരു സെന്റൻസ് നമുക്ക് സിൻസ് യൂസ് ചെയ്ത് പറയാം. സിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് സിൻസ് ടുഡേ ഈസ് ന്യൂ ഇയർ ഐ ഡിഡ്ന്റ് ഗോ ഔട്ട് എന്ന് വേണം പറയാനായിട്ട്. സിൻസ് ടുഡേ ഈസ് ന്യൂ ഇയർ എന്നിട്ടൊരു കോമ ആഡ് ചെയ്തിട്ട് ഐ ഡിഡ്ന്റ് ഗോ ഔട്ട് എന്ന് വേണം പറയാനായിട്ട്. അതിനേക്കാളും ഒന്നും കൂടി എളുപ്പമായി തോന്നുന്നത് എന്താണ്? ഐ ഡിഡ്ന്റ് ഗോ ഔട്ട് ബിക്കോസ് ടുഡേ ഈസ് ന്യൂ ഇയർ എന്നായിരിക്കും, അല്ലെ? അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും സെയിം സെന്റൻസ് തന്നെയാണ്. അപ്പോ ഫസ്റ്റിൽ വിഷ് ചെയ്യേണ്ടതാണ്, എന്നാലും ഞാനിപ്പോ സെന്റൻസ് പറയാണ്. ഇപ്പൊ നാളെ ന്യൂ ഇയർ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനൊരു സെന്റൻസ് പറയാം. എല്ലാവർക്കും പുതിയ വർഷം നല്ലതാവട്ടെ എന്ന് പറയാറുണ്ടല്ലോ. എല്ലാവർക്കും പുതിയ വർഷം നല്ലതാവട്ടെ എന്ന് നമ്മളൊരു വിഷിംഗ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയാ? വിഷിംഗ് എവ്രി വൺ എ വണ്ടർഫുൾ ന്യൂ ഇയർ. വിഷിംഗ് എവ്രി വൺ എ വണ്ടർഫുൾ ന്യൂ ഇയർ. എല്ലാവർക്കും പുതിയ വർഷം നല്ലതാവട്ടെ. ഓക്കെ, നെക്സ്റ്റ്. നാളെ ന്യൂ ഇയർ അല്ലേ? നമ്മളൊക്കെ ചോദിക്കാറുള്ളതാണ്, അല്ലെ? ഇംഗ്ലീഷിൽ എങ്ങനെയാ ചോദിക്കുക? നാളെ ന്യൂ ഇയർ അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് സെന്റൻസ് ആണ്. ഓക്കെ, എങ്ങനെ പറയാ? ടുമോറോ ഈസ് ന്യൂ ഇയർ, അല്ലെ? ടുമോറോ
ഈസ് ന്യൂ ഇയർ. നാളെ ന്യൂ ഇയർ അല്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗായി വരുന്നത് റൈറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ടുമോറോ ഈസ് ന്യൂ ഇയർ, റൈറ്റ്. ഓക്കെ. ഇപ്പോൾ പുതിയൊരു വർഷം വരുന്ന സമയത്ത് നമുക്കൊക്കെ ചിലർക്ക് പല പ്ലാനുകൾ ഉണ്ടായിരിക്കും അല്ലെ? കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും ഒന്നും കൂടി നല്ല ലെവലായിരിക്കണം എന്നുണ്ടാകും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമാണ് നമുക്ക്, അതായത് ഈ ഒരു വർഷമാണ് കഴിഞ്ഞു പോയ ഈ 2025 നമുക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള വർഷമെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടി ഉയരത്തിലേക്ക് എത്താനുള്ള ഒരു പ്ലാനിങ്, അങ്ങനെ പലതും പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ? അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെന്റൻസ് പറയാണ്, ന്യൂ ഇയർ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിലോ, നമ്മൾ ആരോടെങ്കിലും നമുക്ക് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ന്യൂ ഇയറിന് വേണ്ടി അല്ലെങ്കിൽ ന്യൂ ഇയറിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ന്യൂ ഇയർ? ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ന്യൂ ഇയർ? ന്യൂ ഇയറിൽ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ? ഓക്കെ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആരോടും ചോദിക്കാട്ടോ. നിങ്ങളെല്ലാവരും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കുക? ഹാവ് യു ഓൾ മെയ്ഡ് എനി പ്ലാൻസ്? ഹാവ് യു ഓൾ മെയ്ഡ് എനി പ്ലാൻസ്? നിങ്ങളെല്ലാവരും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇത് ഡിഡ് യൂസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഡിഡ് യു ഓൾ പ്ലാൻ എനിത്തിങ്? നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, ജനുവരി 1 ഒരു കല്യാണമുണ്ട്. എങ്ങനെ പറയാ? ജനുവരി 1 ഒരു കല്യാണമുണ്ട്. There is a wedding on January 1st. There is a wedding on January 1st. ജനുവരി 1 ഒരു കല്യാണമുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്, ന്യൂ ഇയർ ദിനം എനിക്ക് പുറത്തു പോകാൻ ഇഷ്ടമല്ല. എങ്ങനെ പറയാ? ഇഷ്ടമാണെന്നും പറയാം, ഇഷ്ടമല്ല എന്നും പറയാം കേട്ടോ. ന്യൂ ഇയർ ദിനം എനിക്ക് പുറത്തു പോകാൻ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഗോയിങ് ഔട്ട് ഓൺ ന്യൂ ഇയർ. ഐ ഡോണ്ട് ലൈക്ക് ഗോയിങ് ഔട്ട് ഓൺ ന്യൂ ഇയർ. ഇനി എനിക്ക് ന്യൂ ഇയർ ദിനം പുറത്തു പോകാൻ ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ ഡോണ്ടിനെ മാറ്റി കൊടുക്കുക. ഐ ലൈക്ക് ഗോയിങ് ഔട്ട് ഓൺ ന്യൂ ഇയർ എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പൊ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ ടു എവ്രിവൺ. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള ഒരു സെന്റൻസ് തരാം. നിങ്ങൾ ന്യൂ ഇയറിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? നിങ്ങൾ ന്യൂ ഇയറിന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല സെന്റൻസുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലും കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വെർബുകൾ വളരെ സിമ്പിളായി പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.